കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, അതാകുമ്പോൾ പല ഡ്രസ്സിനോടൊപ്പം നമുക്ക് മാച്ച് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഒരു പഴയ ഡ്രസ്സിനെ ഞാൻ എടുത്തിട്ട് അതിങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ കൺവേർട്ട് ചെയ്ത് ജാക്കറ്റ് ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ടോപ്പിൻ്റെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഞാനിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രണ്ടിലൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഞാൻ മുമ്പ് ഒരു കുഞ്ഞു സ്ലീവാണ് കൊടുത്തിരുന്നത്, പക്ഷേ എനിക്കിതിന് വലിയ സ്ലീവ് വേണം. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് വേണം ഇനി വലിയ സ്ലീവ് കൊടുക്കാൻ. പിന്നെ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പം ഒരുവിധം സ്റ്റിച്ചസ് എല്ലാം ഇളക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മാർജിനൊക്കെ വേസ്റ്റ് ആവും. പിന്നെ ബാക്ക് പോർഷനിൽ ഇതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പം ബാക്കിലെ നെക്ക് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടാണ് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സും സൈഡിലുണ്ടായിരുന്ന കെട്ടുമൊക്കെ ഞാൻ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഷോൾഡേഴ്സ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത് രണ്ട് ഭാഗത്ത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് മെറ്റീരിയൽ തീരെ കുറവാണെങ്കിൽ വേറൊരു പീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്താലും മതി. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ബാൻഡിൽ ഇതിന് ഇളക്കിയെടുത്ത വള്ളി തന്നെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് ഇത്തിരി വീതി കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ അഭിപ്രായം മാറ്റി ഒരു പൈപ്പിംഗ് ഡോരി ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ഡോരി എപ്പോഴും കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇവിടെ ഞാൻ ഡോരി ഉണ്ടാക്കി ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജാക്കറ്റിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഗ്രീൻ സിൽക്ക് ഫാബ്രിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഡോരിയുടെ താഴെ ഒരു ഫാബ്രിക് ടാസൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനെ നമുക്ക് ഇതിൻ്റെ പാലൻ ഫാബ്രിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഫാബ്രിക് എടുത്ത് ട്രയാങ്കിൾ ബേസിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നെക്കിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത ഭാഗം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വേസ്റ്റ് ബാൻഡിനോടൊപ്പം ചേർത്ത് ഈ ഒരു ഡോരി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസും സ്ലീവ്സും ഒക്കെ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ സ്ലീവ്സിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ക്രഷ്ഡ് ഫാബ്രിക്കാണ്. അതുകൊണ്ട് കാണുമ്പോൾ ഇച്ചിരി വീതി കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കൈയൊക്കെ അത് പാകത്തിന് കിട്ടും. ഇനി സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് ഇതിലൊരു ടാസലൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഇവിടെ റെഡിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് പഴയ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇതുപോലെ പുതിയ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ജാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് കുഞ്ഞു കുഞ്ഞു പീസ് എടുത്തിട്ട് ഞാനിവിടെ ഒരു ടാസലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് ടാസൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മുന്നേ കണ്ടത് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിനോടൊപ്പമാണ് ഞാൻ ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. എങ്കിലും ഇതിൽ വരുന്ന ഏത് കളറാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ചുരിദാറാണ്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ബാൻഡ് ഉള്ളത് കാരണം ഇവിടെ ഇങ്ങനെ ഞാൻ കെട്ടിയിട്ടില്ല. പകരം ഞാനിവിടെ രണ്ട് പിന്നു കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ പോലെ പറഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തും ചെയ്യാം. നമുക്ക് തയ്യൽ അറിയാം. അപ്പോൾ തയ്യലൊക്കെ എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ കാണാം. അതുവരെയൊക്കെ ബൈ ബൈ.